മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനം സജ്ജമായി കഴിഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരസഭാ കാര്യാലയത്തിന് മുൻപിലാണ്. ഈ 5 വർഷ കാലയളവിനിടയിൽ നഗരസഭയിൽ നടന്ന വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും നമുക്കറിയണം. അത് പറയാനായി മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ ചേരുന്നു. വരും. പ്രതിപക്ഷത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് BJPക്കൊപ്പം തന്നെ കോൺഗ്രസും ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു മേയർ കൂടിയാണ് ആര്യ എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിന് അപ്പുറം യുവജനങ്ങളായിട്ടുള്ള ആളുകളെ അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് CPM എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഒന്നാമതാണ് എന്ന് പറയുന്നത് ഞങ്ങളല്ല എന്നുള്ളതാണ് പ്രധാനം. നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്തമായിരുന്നില്ല. ജനങ്ങൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വവും അതിനെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കണ്ടത്. വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഭയക്കണം. എന്തുകൊണ്ടാണ്? എൻ്റെ നാട് പോകുന്നത് ഒരു വലിയ ഒരു മോശമായ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും. എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? നന്നായി പോവാണ് പ്രചരണം. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ പൊതുവെ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പൊതുവെ എല്ലാവരും വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിലും പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും ഒക്കെ വളരെ മുന്നോട്ട് തന്നെ പോയിട്ടുണ്ട്. ഒരു ഇടത് തരംഗം തന്നെ സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും പൂർണ്ണ പ്രതീക്ഷ. പരമാവധി എല്ലായിടത്തും എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും കണ്ട് ആദ്യം ഒരു ആത്മവിശ്വാസം അവർക്ക് കൊടുക്കണം എന്നുള്ളതുണ്ട്. കാരണം അവർ വലിയൊരു ഉത്തരവാദിത്തത്തിലേക്കാണ് പോകുന്നത്. അവരുടെ കോൺഫിഡൻസ് ഒരു വലിയ പ്രാധാന്യമാണ്. അപ്പോൾ പരമാവധി ഏതാണ്ട് പകുതിയോളം വാർഡുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. ബാക്കി പരിപാടികൾക്ക് പോകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 വർഷക്കാലത്തെ പ്രവർത്തനം അതിനെ എങ്ങനെയാണ് ഒരു മേയർ എന്ന നിലയ്ക്ക് വിലയിരുത്തുന്നത്? നഗരസഭയുടെ വികസനങ്ങൾ, ഈ 5 വർഷത്തെ വികസനങ്ങൾ എടുത്താൽ ഒരുപക്ഷെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ വികസനം നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. രസകരമായ ഒരു സംഭവം ഞാൻ കാണുന്നത്, കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിൽ നഗരം വളരെ മോശമാണ് എന്ന് കാണിക്കാൻ ഒരു AI സഹായം വേണ്ടി വന്നു എന്നതൊരു കാര്യമാണ്. കാരണം നഗരം മോശമാണ് എന്ന് ചിത്രീകരിക്കുക BJPയുടെ ആവശ്യമാണ്. അത് ചിത്രീകരിക്കണമെങ്കിൽ ഒരു AI സഹായം, അതായത് ഇവിടെ മോശമായി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ AI ചിത്രം ഉപയോഗിച്ച് മാത്രമേ ഇവിടെ ആകെ മോശമാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉള്ളൂ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. കാരണം അത്ര തന്നെ വികസനം വന്നു, അത്ര തന്നെ മാറ്റങ്ങൾ നഗരത്തിൽ വന്നു. അതെന്നും ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ്. ഈ മാറ്റത്തിന് ജനങ്ങളെല്ലാം ഒപ്പം നിന്നു എന്ന് പറയുന്നതും ഏത് മേഖല പരിശോധിച്ചാലും അതിലെല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രതിപക്ഷത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് BJPക്കൊപ്പം തന്നെ കോൺഗ്രസും ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു മേയർ കൂടിയാണ് ആര്യ എന്ന് പറയുന്നത്. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ച്? അല്ല, സ്വാഭാവികമായും ഒരു ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ പേര് പലപ്പോഴും പരാമർശിക്കപ്പെടും എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇത് വ്യക്തിപരമായി എടുക്കേണ്ട ഒരു കാര്യമല്ല. ഇതൊരു കൂട്ടായ ഉത്തരവാദിത്വമാണ്. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനമാണെങ്കിലും, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലായിരുന്നാലും ഒരു ഭരണ നിർവഹണത്തിലായിരുന്നാലും നമ്മളെയൊക്കെ ഈ ചുമതല ഏൽപ്പിക്കുമ്പോൾ നമ്മളൊരു കൗൺസിലിന് ലീഡർഷിപ്പായി നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഞാനും, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തിനൊരു കാഴ്ചപ്പാടുണ്ട് വികസനത്തിൽ ഇങ്ങനെ വികസനം എന്താണ് എന്നുള്ള കാഴ്ചപ്പാട്, ജനക്ഷേമം എന്താണെന്നുള്ളൊരു കാഴ്ചപ്പാട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മളെപ്പോഴും ആ നിർദ്ദേശങ്ങളും ആ തീരുമാനങ്ങളുമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനൊന്നും കൃത്യമായി പ്രതിരോധിക്കാൻ ഈ 5 വർഷക്കാലവും, അതായത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കെതിരെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ചും വ്യക്തി കേന്ദ്രീകരിച്ചെല്ലാം ഈ BJP ഉൾപ്പെടെയുള്ള ആളുകൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തി കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യക്തിപരമായി പലപ്പോഴും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കൗൺസിലായിരുന്നാലും അല്ലാതെയായിരുന്നാലും മാനസികമായി നമ്മളെ തളർത്തിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടക്കാതെ ആകുക എന്നുള്ളതാണ് അവർ പൊതുവേ കരുതിയിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്കങ്ങനെ തളരാനുള്ള സമയമായിരുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതുമായി മുന്നോട്ട് പോകണം. സ്വാഭാവികമായും വികസനം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ പല കാര്യങ്ങൾ നേടി എന്ന് പറയുമ്പോഴും വികസനം പെട്ടെന്ന് അവസാനിച്ചു പോകുന്ന ഒരു കാര്യമല്ല. അപ്പം നമ്മുടെ തന്നെ ജീവിതത്തിൽ കഴിഞ്ഞ 5 വർഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ ഇതിനേക്കാൾ വലിയ മാറ്റം ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഉണ്ടാകും. അങ്ങനെ മനുഷ്യന്റെ ജീവിതം മാറുന്നതിനനുസരിച്ച്, ജീവിത നിലവാരം ഉയരുന്നതിനനുസരിച്ച് വികസനം അപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കണം. ഇന്ന് നമ്മൾ ഇത്രയും സാങ്കേതിക വിദ്യകളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു 5 വർഷം മുമ്പ് AI സാധ്യതകളെ പറ്റി നമ്മൾ ജസ്റ്റ് പഠിക്കുന്നേ ഉള്ളൂ അല്ലേ? ഇന്ന് നമ്മൾ പല വീഡിയോകളും പല കാര്യങ്ങളും AI യൂസ് ചെയ്ത് നിർമ്മിക്കുന്നതും അതിന്റെ എക്സിക്യൂഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. അന്ന് ചിന്തിക്കുന്നേ ഉള്ളൂ, അന്ന് നമ്മുടെ മനസ്സിലേ ഉള്ളൂ എങ്കിൽ ഏതാണ്ട് ഒരു 5 വർഷത്തിനുള്ളിലുള്ള വലിയൊരു മാറ്റം സാങ്കേതിക വിദ്യയിൽ പോലും വന്നൊരു മാറ്റമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്.
കാണുന്നത്. അതുപോലെയാണ് വികസനം എന്ന് പറയുന്നത്. ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, ഒരു മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടുള്ള വികസനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ കാഴ്ചപ്പാട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഏത് മേഖല പരിശോധിച്ചാലും, ഇവിടെ പറഞ്ഞതുപോലെ മാലിന്യ സംസ്കരണത്തിന്റെ മേഖലയാകട്ടെ, അടിസ്ഥാന വികസനത്തിന്റെ മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ, ആരോഗ്യ മേഖലയാകട്ടെ, ഈ മേഖലയിലെല്ലാം നമ്മൾ ഒന്നാമതാണ് എന്ന് പറയുന്നത് ഞങ്ങളല്ല എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ഒന്നാമതാണ് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ്. പക്ഷെ ഇതിലെല്ലാം നമ്മൾ ഒന്നാമതാണ് എന്ന് പറയുന്നത് ഇവരുയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാനതാ പറഞ്ഞത്, പ്രധാനമന്ത്രിയുടെ പേരിലുള്ള PM-ന്റെ പേരിലുള്ള അവാർഡ് പോലും കിട്ടിയത് ഈ നഗരസഭയ്ക്കാണ്. അത് കിട്ടിയത് പാലക്കാട് നഗരസഭയ്ക്കല്ല, അത് കിട്ടിയത് ഈ നഗരസഭയ്ക്കാണ് എന്നുള്ളത്, ഇവിടെ പ്രവർത്തനങ്ങൾ നടത്താതെ കേന്ദ്ര സർക്കാർ ഒരു അവാർഡ് വിളിച്ചു തരാൻ മാത്രമുള്ള ഒരു ബന്ധം നമുക്ക് കേന്ദ്ര സർക്കാരുമായി ഉണ്ട് എന്നത് ഞാൻ കരുതുന്നില്ല. അപ്പോൾ രാഷ്ട്രീയപരമായി ഇവരിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് ജനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത്. അത് തീർച്ചയായും ജനങ്ങൾ അതറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ബാറ്റൺ കൈമാറുന്നത് പോലെ ഞങ്ങളിൽ നിന്ന് ഒരു ഇടതുപക്ഷ കൗൺസിലിനെ ചുമതല ഏൽപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 5 വർഷത്തെ യാത്രയെന്ന് പറയുന്നത് അതികഠിനമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അത്രത്തോളം ഈ പറഞ്ഞ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ പ്രതിരോധിച്ചുകൊണ്ട് മുൻപോട്ട് ശക്തമായി പോകുന്നു. 5 വർഷം നീണ്ട ഒരു യാത്ര, അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാനിത് ഒരു കഠിനമായ യാത്രയാണെന്ന് നമ്മൾ പേഴ്സണലി നമുക്കിപ്പോൾ പലപ്പോഴും നമ്മുടെ സിറ്റുവേഷൻ കാണുന്ന പലപ്പോഴും പലർക്കും ഒക്കെ അഭിപ്രായം ഉണ്ടെങ്കിലും, ഒരു കഠിനമായ, അതായത് എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം പാർട്ടി എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുമ്പോൾ തന്നെ ഒരു വളരെ ഫ്രഷറാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ആ തെരഞ്ഞെടുപ്പ് രീതികളിലോട് വളരെ ഫ്രഷറാണ്. അപ്പോൾ അങ്ങനെ ഒരു ചുമതല ഏൽപ്പിക്കുമ്പോൾ എന്നിൽ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണല്ലോ ചുമതല ഏൽപ്പിക്കുന്നത്. അത് വെറുതെ എനിക്കങ്ങ് നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്വമായിരുന്നില്ല. ജനങ്ങൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വവും അതിനെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കണ്ടത്. അപ്പോൾ ഏത് വിഷയം മുന്നിൽ വന്നാലും അവിടെ ഒരു പ്രയാസം മനസ്സിൽ വിചാരിക്കാതെ ഇതിനെ നേരിടേണ്ട, ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട വ്യക്തി ഞാനാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മുന്നിൽ നിൽക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല. ഒരു ഭരണ സംവിധാനം, അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ അങ്ങനെയാണ്, പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ അങ്ങനെയാണ്, കോർപ്പറേഷനകത്തു നിന്നുള്ള ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള കൗൺസിലിന്റെ ഭാഗമായവരുടെ പിന്തുണ അങ്ങനെയാണ്. അപ്പോൾ ഒരു ഭരണ നേതൃത്വത്തിന് മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ചിലയിടത്ത് മറുപടികൾ പറയേണ്ടത് നമ്മളാണ്, ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കേണ്ടത് നമ്മളാണ്, തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മളാണ് എന്ന് മാത്രമേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ കോർപ്പറേഷന്റെ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സംതൃപ്തിയുള്ള ഒരു സന്ദർഭം കൂടിയാണ് എന്നെ സംബന്ധിച്ച് പൊതുവേ ഉള്ളത്. കാരണം ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിഞ്ഞു. അതിൽ പ്രായത്തിനപ്പുറം ചില ഡിസിഷൻസ് വളരെ പെട്ടെന്ന് എടുക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ഈ ഫ്രഷർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഏറ്റവും മെറിറ്റ് പരിശോധിച്ചുകൊണ്ട് തന്നെ ആ തീരുമാനങ്ങൾ എടുക്കാൻ, ഒരു സംഘടനാ ബോധത്തോടു കൂടി ആ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ അതിനെ വിശ്വസിക്കുന്നത്. ആര്യ എന്തുകൊണ്ട് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നില്ല എന്ന ചോദ്യങ്ങളൊക്കെ പല രീതിയിൽ വന്നപ്പോൾ അതിന്റെ എന്തുകൊണ്ടാണ് എന്നതിന് കൃത്യമായ മറുപടി ഇവരൊക്കെയാണ് നൽകുന്നത്. അതിനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? അല്ല, സ്വാഭാവികമായിട്ടും അവരുടെ മുന്നിൽ, അവർക്ക് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണല്ലോ, അവരുടെ മുന്നിൽ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അവരുടെ പ്രതികരണം ഉണ്ടാവും. പക്ഷെ ഞാൻ അതിനെ കാണുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് മാത്രമുള്ളതല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു സംഘടനാ പ്രവർത്തനം, ബാലസംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുമ്പോൾ, SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുമ്പോഴാണ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ ആ തീരുമാനിച്ച പാർട്ടിക്ക് ഏത് ഘട്ടങ്ങളിൽ ഒരു കേഡറിനെ എവിടെ പ്ലേസ് ചെയ്യണമെന്നുള്ള കൃത്യമായ ധാരണ സ്വാഭാവികമായും എല്ലാ പാർട്ടി കേഡർമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അത് ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയോട് മാത്രമല്ല, ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ ആളുകൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് എന്ന കൃത്യമായ ധാരണ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതിൽ കൃത്യമായി ആ പ്രവർത്തനം നടത്തുക, പാർട്ടി ഏൽപ്പിക്കുന്ന ആ ഉത്തരവാദിത്വം കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ ഏതെങ്കിലും പദവിയിലേക്ക് വരണം എന്നില്ല. ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടണമെങ്കിൽ എപ്പോഴും ഒരു പദവിയിലിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് എവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാം. ഇപ്പോൾ DYFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അപ്പോൾ ആ നിലയിൽ യുവജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാം. അപ്പോൾ സ്വാഭാവികമായും ഒരു സംഘടനാപരമായി വളർന്നു വരിക എന്നുള്ളത് മറ്റൊരു പ്രധാനം കൂടിയാണല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്.
സ്വാഭാവികമായിട്ടും എന്നിൽ ഒരു വിശ്വാസം, ഞാൻ ഉൾപ്പെടെയുള്ള യുവജനങ്ങളിലെ വിശ്വാസമാണ് പാർട്ടി ലീഡർഷിപ്പിന്റെ ആ വാക്കുകളിൽ ഉണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാർട്ടി ആ വിശ്വാസം നൽകുമ്പോഴും അല്ലെങ്കിൽ അറിയിക്കുമ്പോഴും പ്രതിപക്ഷം പറയുന്നത് അല്ലെങ്കിൽ എതിർക്കുന്നവർ പറയുന്നത് ആര്യയുടെ പ്രായം പ്രശ്നമാണ്, ആര്യ ഒരു സ്ത്രീ ആയത് പ്രശ്നമാണ്, പക്വതയില്ലായ്മ ഉണ്ട്, ഇങ്ങനെ തുടങ്ങി നിരവധി ആക്ഷേപങ്ങളാണ് ആ ഘട്ടത്തിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് എങ്ങനെയാണ്? ശരിക്കും 21 വയസ്സിൽ ഒരു വലിയ ചുമതല ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകൾ അന്ന് നമ്മൾ ലോകത്തെമ്പാടുള്ള ആളുകളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ സൊഹ്റാൻ മംദാനിയുടെ പോസ്റ്റ് പോലും നമ്മൾ ഈ 5 വർഷം കഴിഞ്ഞ് ചർച്ച ചെയ്യുമ്പോൾ അന്ന് സൊഹ്റാൻ മംദാനി ഇട്ടിരുന്നത് ന്യൂയോർക്കിൽ എങ്ങനെയുള്ള മേയർ വേണം എന്ന് ചോദിച്ച് ഒരു പ്രായം കുറഞ്ഞ് അതുപോലെ തന്നെ ഇത്തരം കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു മേയർ വേണം എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ തന്നെ പറയുന്നത്. അപ്പൊ ലോകരാജ്യങ്ങളിൽ തന്നെ ഇത് വലിയ ചർച്ചയായ ഒരു വിഷയമാണല്ലോ. തിരുവനന്തപുരം പോലെ ഒരു വലിയ സിറ്റിയിൽ വളരെ പ്രായം കുറഞ്ഞ ഒരാളെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPIM പോലെയുള്ള ഒരു പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരുന്നു, മേയറാക്കുന്നു എന്ന് പറയുന്നത് പോസിറ്റീവായി കണ്ട ഒരുപാട് ആളുകളുണ്ട്. നമ്മളിപ്പോൾ പേരെടുത്ത് പറയാൻ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേസമയം നെഗറ്റീവായി അഭിപ്രായങ്ങൾ പറഞ്ഞവരും നമ്മുടെ മുന്നിൽ അന്നു മുതലേ ഉണ്ട്. അവരിപ്പോൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കുറച്ചുകൂടി പറയും. നമ്മളിപ്പോൾ കാണുന്ന ഒരു കാര്യം, ഈ പ്രായവും സ്ത്രീ എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും ഇപ്പോഴും ചില ആളുകളുടെ മനസ്സിൽ ഇതൊക്കെ ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രതികരണത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കൂ, ഒരു പുരുഷൻ, ഒരു പ്രായം കുറഞ്ഞ ഒരു രംഗത്തുനിന്ന് ഒരാൾ, ഒരു യുവജന മേഖലയിൽ നിന്ന് ഒരാൾ വളർന്നു വന്നു കഴിഞ്ഞാൽ പൊതുവെ സ്ത്രീകളെ പറ്റി അങ്ങനെ കേൾക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ അധികം സംസാരിക്കാത്ത ഒരാളാണ് അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കാത്ത ഒരാളാണ്. നമ്മൾ വ്യത്യസ്തമാണല്ലോ, മനുഷ്യർ വ്യത്യസ്തമാണ്. ഓരോ ആളുകളും എല്ലാവരും ഒരുപോലെ ഇരിക്കണം എന്നില്ല. അപ്പൊ പെട്ടെന്ന് സംസാരിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പറയും നിങ്ങൾ മറ്റാരോ നിയന്ത്രിക്കുന്ന ആളാണെന്നാ പെട്ടെന്ന് സ്ത്രീകളെ പറ്റി പറയാം. നിങ്ങൾ വേറെ ആരോ പറയുന്നത് കേട്ട് പറയാൻ പറ്റുന്ന എന്താ പിൻ സീറ്റ് ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ പൊതുവെ സ്ത്രീകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പുരുഷനെ നമുക്ക് അവിടെ ചിന്തിക്കാം, ഒരു പ്രായം കുറഞ്ഞ ഒരാൾ, അധികം സംസാരിക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ പറയണമെന്നില്ലാത്ത ഒരാൾ പറഞ്ഞാൽ നമ്മൾ എവിടെയും അങ്ങനെ ഒരു വാചകം പുരുഷനെ പറ്റി കേട്ടിട്ടില്ല. നമ്മളെവിടെയും കേട്ടിട്ടില്ല. നമ്മളെവിടെയും ഇപ്പം എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഇനി വളരെ ഉറച്ച നിലപാട് പറയുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ ആ സ്ഥാനത്ത് കാണുന്നത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണ് കാണുന്നതെങ്കിൽ പറയുക ഒരു ധിക്കാരിയാണ്, അഹങ്കാരിയാണ് എന്നൊക്കെയാണ് പറയുക. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സെലിബ്രിറ്റികളായി നിൽക്കുന്ന ഇപ്പോൾ ഒരു സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്ന ചില പെൺകുട്ടികളൊക്കെ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ചർച്ച വരുന്നത് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മീനാക്ഷി പോലെയുള്ള കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായം നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട്. രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല ഇതുള്ളത് എന്നുള്ളതാണ് ഞാൻ മീനാക്ഷിയുടെ പേര് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള കുട്ടികളൊക്കെ, പുതിയ വളർന്നു വരുന്ന കുട്ടികൾ, അവരൊരു സമൂഹത്തിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാടിന് ഒരുപക്ഷെ സമൂഹത്തിന് പോലും പ്രചോദനമാവുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അഹങ്കാരികളും ധിക്കാരികളും ഒക്കെ ആയി മാറുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേ അവസരത്തിൽ ഒരു പുരുഷനാണ് വളരെ സ്ട്രോങ് ആയി ഡിസിഷൻ പറയുകയും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേട്ടാൽ ഒരാളും ധിക്കാരിയാണെന്ന് ആ പുരുഷനെ പറഞ്ഞും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഒരു മനസ്സിൻ്റെ കൂടി പ്രശ്നമാണ്. ചില ആളുകൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ്. ഇടതുപക്ഷത്തിന് അതില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. ചില ആളുകളുടെ രാഷ്ട്രീയത്തിന് തന്നെ അത്തരം കാഴ്ചപ്പാടുകളുണ്ട്, സ്ത്രീകളെ അടുപ്പിക്കാത്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ ഇവരൊക്കെ പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ട ഒരു ഫാക്ടർ എന്താ, ഈ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയായത് ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, യുവജനങ്ങൾ വരുന്നു. ഇപ്പോൾ അരുവാപ്പുലത്ത് രേഷ്മയെ പോലെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്, വളരെ പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു. ഒളവണ്ണയിൽ ശാരുതി വരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് മോഡലുകൾ കാണിച്ചത് CPIM ആണ്, ഇടതുപക്ഷമാണ്. ഇപ്പോൾ ഒരു പരസ്യമായി ഞങ്ങളുടെ പ്രായത്തെ ഒന്നും അംഗീകരിക്കുന്നില്ലെങ്കിലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രായം കുറഞ്ഞ ആളുകളെ മത്സരിപ്പിക്കാൻ വേണ്ടി ഒരു നെട്ടോട്ടം ഓടുന്നത് പരസ്യമായി അല്ലെങ്കിലും ഈ നിലപാടിനെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണാം. അത് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത യുവജനങ്ങളായിട്ടുള്ള, പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ മോഡൽ പിന്തുടരാൻ, CPIM-ന്റെ ഈ മോഡൽ പിന്തുടരാനാണ് ഇവരെല്ലാം ഇപ്പോൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരസ്യമായി പറഞ്ഞില്ലെങ്കിലും അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ മുട്ടയുടെ വിഷയം എന്താണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അല്ല, ആ വിഷയത്തിൽ കൃത്യമായി പാർട്ടി തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ യുവജനങ്ങളായിട്ടുള്ള ആളുകളെ മുന്നോട്ട് വെക്കുമ്പോൾ, രാഷ്ട്രീയത്തിന് അപ്പുറം യുവജനങ്ങളായിട്ടുള്ള ആളുകളെ അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് CPIM എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അത് ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടെന്നുള്ളതെന്നല്ല, CPIM അങ്ങനെ ഒരു മാതൃക കാണിക്കുമ്പോൾ തന്നെ എല്ലാ ഘട്ടത്തിലും എല്ലാ സാഹചര്യത്തിലും
സാഹചര്യത്തിലും അങ്ങനെയുള്ള ആളുകൾ, അത് വെദർ ഈ വ്യക്തി, ഈ വൈഷ്ണവ് ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വരണം. ഞാൻ പൊതുവെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മുടെ മുന്നിലിരിക്കുന്ന യൂത്ത്, നമ്മുടെയൊക്കെ പ്രായമുള്ള ആളുകൾ എനിക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഭയപ്പെടണം, അല്ലെ? നമ്മുടെ ഒരു യൂത്തായിട്ടുള്ള ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻപന്തിയിൽ നിൽക്കേണ്ട യൂത്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഭയക്കണം. എന്തുകൊണ്ടാണ്? എൻ്റെ നാട് പോകുന്നത് ഒരു വലിയ ഒരു മോശമായ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും. എനിക്ക് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയാം, ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും എനിക്ക് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയാം, എൻ്റെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ എനിക്ക് അറിയാം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം വളരുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. ഞങ്ങളൊക്കെ അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഏത് കോളേജിൽ പോയാലും ഏത് സ്കൂളിൽ പോയാലും നിങ്ങൾക്ക് രാഷ്ട്രീയം ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു തലമുറയാണോ, രാഷ്ട്രീയത്തോട് താല്പര്യമുള്ളൊരു തലമുറയാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള തലമുറ ഉണ്ടാകണം അന്ന് തന്നെ നമുക്ക് കുറച്ച് പറയാം. അതിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ടാവും, ഏത് പൊളിറ്റിക്സിൽ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതൊക്കെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഒരു വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്, ഏത് നിലപാടിനൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു തീരുമാനമാണ്. പക്ഷേ ഇങ്ങനെയുള്ള യുവജനങ്ങൾ വളർന്നു വരണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് നമ്മളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. എപ്പോഴും നഗരസഭയിൽ LDF-ന് 13ഓളം യുവജനതയാണ് ഇത്തവണ മത്സരിക്കാൻ ഉള്ളത്. അവരിലുള്ള പ്രതീക്ഷ എങ്ങനെയാണ്? പ്രചാരണത്തിനൊക്കെ പോയപ്പോൾ ഒരു പ്രതികരണം വലിയ പ്രതീക്ഷയാണ്. ജനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത, അപ്പൊ മുതിർന്നവർക്ക് സ്വീകാര്യത ഇല്ല എന്നല്ല അതിനർത്ഥം. അവരോടൊപ്പം ഒരു വളരെ സ്പീഡായി വർക്ക് ചെയ്യാൻ കഴിയുന്ന, വളരെ ആർജവത്തോടു കൂടി വർക്ക് ചെയ്യാൻ കഴിയുന്ന, പ്രായത്തിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ഇത് കാണിക്കാൻ കഴിയുന്ന ഒരു യൂത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ കൗൺസിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രായം കുറഞ്ഞ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഉള്ളപ്പോഴും വളരെ മുതിർന്നവരായിട്ടുള്ള, വളരെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എല്ലാ പാർട്ടിയിലുമുണ്ട്. അപ്പോൾ ഇതൊരു അനുഭവത്തിന്റെ ചില കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കേണ്ടി വരും. ചിലപ്പോൾ കൗൺസിൽ പൊതുവെ ചില കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പൊതുവിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ചിലരുടെ അനുഭവങ്ങൾ എടുത്തുകൊണ്ടാണ് ചില ഡിസിഷനിലേക്ക് അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുക, രാഷ്ട്രീയം വിടാതെ തന്നെ നമ്മൾ പോവുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ വരും. അപ്പോൾ അനുഭവത്തിനോടൊപ്പം പ്രായം കുറവും പുതിയ ആളുകളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു കോംബോ ആയിരിക്കും ഇത്തവണത്തെയും കൗൺസിൽ എന്നുള്ളതിൽ സംശയമില്ല. അതിൽ നല്ല സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഇടയിൽ. ഇടതുപക്ഷത്തിന്റെ യുവജന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉള്ള അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി നമുക്ക് തിരുവനന്തപുരം നഗരസഭയിലേക്ക് എത്തുകയാണെങ്കിൽ 3000 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിൽ ഇനി മെട്രോ ഒരു പ്രതീക്ഷയായി നിൽക്കുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ആ പദ്ധതികൾ അതെങ്ങനെയാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്? ഇപ്പോൾ നഗരസഭയുടെ ഈ ഭരണസമിതി തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഈ 5 വർഷക്കാലം നമ്മളിപ്പോൾ ഒരു വളരെ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുള്ള ഒരു വികസനമാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി VK പ്രശാന്ത് അദ്ദേഹം മേയറായിരുന്നു. അതിനുശേഷം ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വം, അദ്ദേഹം MLA ആയി പോയപ്പോൾ ശ്രീകുമാർ സാവു മേയറായി വരുന്നു. അപ്പോൾ അതിനു മുമ്പുള്ള ഭരണസമിതി, അങ്ങനെ വളരെ കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു വളർച്ചയാണ് നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അത് റോഡ് എടുത്തു കഴിഞ്ഞാൽ റോഡിൽ നമുക്കറിയാം കണക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാന വിഷയങ്ങളിലൊന്ന് ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ നഗരസഭയെ സംബന്ധിച്ച് ഈ ഭരണസമിതി നമ്മൾ ചുമതലയേറ്റു വരുമ്പോൾ ഈ ടാറിങ്ങിൽ പോലും, സാധാരണ നമ്മൾ ടാറിങ് ചെയ്യുന്ന നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് ടാർ ചെയ്യുന്നത് വലിയ ഏരിയ ആയതുകൊണ്ട് തന്നെ 20 mm ടാർ എന്നാ പറയുക, 20 mm ടാറിട്ടാണ് ടാറിങ് നടത്തുക. അത് പെട്ടെന്ന് ഇളകിപ്പോകുന്ന സാഹചര്യം വരും, മഴയുടെ നമ്മുടെ കാലാവസ്ഥയുടെ വിഷയങ്ങൾ വരും. അപ്പോൾ അതെല്ലാം ഗുണനിലവാരം ഉയർത്താൻ വേണ്ടി നമുക്ക് പരമാവധി സാധിച്ചിട്ടുണ്ട് നമ്മുടെ റോഡുകളെ സംബന്ധിച്ചിടത്തോളം. അതിൽ ഇപ്പോൾ ഏറ്റവും നീളം കൂടിയ, ദൈർഘ്യം കൂടിയ സ്മാർട്ട് റോഡുകളുള്ളത്, ഇന്ത്യയിൽ തന്നെ അത്തരം സ്മാർട്ട് റോഡുകളുള്ളത് തിരുവനന്തപുരത്താണ്. ഈ നിലവാരത്തിൽ ഇന്ത്യയിൽ ഒരിടത്തും ഇത്രയും ദൈർഘ്യമുള്ള റോഡുകളില്ല എന്നതാണ് പ്രധാനം. അത് കേന്ദ്ര സർക്കാർ തന്നെ അത് സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ വിദ്യാഭ്യാസ മേഖല എടുക്കാം. വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വലിയ മാറ്റമാണല്ലോ നമ്മൾ കാണുന്നുണ്ട്. സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പോലെ തന്നെ ജനകീയാസൂത്രണത്തിന് ശേഷം കൈമാറി കിട്ടിയ ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് എൻ്റെ MLA ആണ് ശ്രീ V ശിവൻകുട്ടി. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ വെച്ചാൽ വളരെ അടുത്ത് നിന്ന് കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്ത് നിന്നൊക്കെ വളർന്നു വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് ഒരുപക്ഷെ വളരെ സൗഹൃദത്തോടു കൂടി ഒരു മന്ത്രിയെ വിളിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്, ഏത് വകുപ്പെടുത്താലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിന് ഏറ്റവും, ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ വിദ്യാഭ്യാസമൊക്കെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സാഹചര്യം,
ഒരു വിരൽത്തുമ്പിൽ അറിവുകൾ കിട്ടുന്ന സാഹചര്യത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള ഈ വിദ്യാഭ്യാസ മേഖലയിൽ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പഠന ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. ആരോഗ്യ മേഖല എങ്ങനെയാണ്? ഭരണസമിതി വരുമ്പോൾ ഏതാണ്ട് 40 ആരോഗ്യ സ്ഥാപനങ്ങളായിരുന്നു തിരുവനന്തപുരത്തുള്ളത്. ഇന്നിപ്പോൾ 90 അടുപ്പിച്ച് ആരോഗ്യ സ്ഥാപനം, ഇരട്ടിയിലധികം ആരോഗ്യ സ്ഥാപനങ്ങൾ തുടങ്ങാൻ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് സാധിച്ചു. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 1 കിലോമീറ്ററോ അല്ലെങ്കിൽ 2 കിലോമീറ്ററിനോ അടുത്ത് ഒരു സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും. ഇപ്പോൾ നേരത്തെ ഒരു ചോദ്യത്തിൽ ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ആളുകളെങ്കിലും തിരഞ്ഞെടുപ്പിൽ ചില കാര്യങ്ങൾ പറയുന്നത്? ഇവിടെ റോഡിന്റെ പ്രശ്നം പറയാനോ, ലൈറ്റിന്റെ പ്രശ്നം പറയാനോ, കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നം പറയാനോ, അല്ലെങ്കിൽ മറ്റു തരത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയാനോ പ്രതിപക്ഷത്തിനില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പൊ ആകെ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഒരു മാർഗം തെരുവുനായയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. തെരുവുനായയുടെ വിഷയത്തിൽ തന്നെ യാഥാർത്ഥ്യം ജനങ്ങൾ അറിയണം എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ തലസ്ഥാന നഗരത്തിലെ ഈ നഗര സംവിധാനങ്ങൾ ഉൾപ്പെടെ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും ഒക്കെ നിരവധി പ്രവർത്തനങ്ങളാണ് ഈ തെരുവുനായയുടെ വിഷയത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേന്ദ്ര സർക്കാർ ABC അമെൻമെന്റ് ആക്ട് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ വളരെ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ABC സർജറി ചെയ്യുന്ന, വന്ധീകരണത്തിന് സർജറി ചെയ്യുന്ന ഡോക്ടറിന്റെ നിയമനം നടത്തുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. ഇന്റർവ്യൂ നടത്തി നിയമനം നടത്തുന്നത്. ആ ഡോക്ടർ 2000 സർജറി ചെയ്ത പരിചയമുള്ള ഒരു ഡോക്ടറിന് മാത്രമേ ഈ ABC ചെയ്യാൻ വേണ്ടി, വന്ധീകരണം ചെയ്യാൻ വേണ്ടി കഴിയൂ എന്ന് പറഞ്ഞ തീരുമാനം കൊണ്ടുവന്നത് ഈ കേന്ദ്ര സർക്കാരാണ്. നമ്മൾ നോക്കൂ, ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ കീഴിൽ ഇന്റർവ്യൂ ചെയ്ത ഒരു ഡോക്ടറെ എടുത്ത് 2000 സർജറികൾ ചെയ്ത അനുഭവ സമ്പത്തുള്ള ആള് വരണം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന സാങ്കേതികപരമായ വിഷയങ്ങൾ ഒരുപാട് നമ്മൾ നേരിടുകയാണ്. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇതൊരു ഉദാഹരണമായി ഞാൻ പറഞ്ഞതാണ്, ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് കോടതിക്ക് പോലും ഇടപെടാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ അതെല്ലാം ഫലപ്രദമായി അതിജീവിക്കാൻ കഴിയുന്നു. ഇതുവരെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാത്ത കാര്യങ്ങൾ ഒരു സംസ്ഥാന സർക്കാരിന്റെയോ തദ്ദേശ സ്ഥാപനത്തിന്റെയോ തലയിൽ കെട്ടിവെച്ചുകൊണ്ടല്ല ഇതിനുള്ള മറുപടികൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ BJP നടത്തേണ്ടത് എന്നതാണ് പ്രധാനം. കാരണം അവർക്ക് വേറൊന്നും പറയാനില്ല. ഈ നാട്ടിൽ നടന്ന വികസനങ്ങൾ ജനങ്ങൾ നേരിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അതൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഈ തെരുവുനായ വിഷയത്തിൽ കേന്ദ്ര സർക്കാരാണ് കൃത്യമായ ഇടപെടൽ നടത്തേണ്ടത്. നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ തദ്ദേശ മന്ത്രി തന്നെ പറഞ്ഞു. അദ്ദേഹം നമ്മൾ എങ്ങനെയാണ് ഈ വാക്സിനേഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ വന്ധീകരണം നടത്തുന്നത്, എത്രത്തോളം നമുക്കത് നടത്താൻ കഴിഞ്ഞു, അതിലെ പരിമിതികൾ എന്താണ്, എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ കഴിയുന്നതൊക്കെ കൃത്യമായി കേരളത്തിൽ ഒരു സ്ട്രക്ചർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിനു വേണ്ടി ഈ ഒരു വ്യക്തി കേന്ദ്രീകരിച്ചുകൊണ്ടെല്ലാം ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആര്യയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കറിയാം, ചില UN പുരസ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങൾ, അതിൽ എന്താണ് യാഥാർത്ഥ്യം? അതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിപക്ഷം ഉയർത്തുന്ന കാര്യങ്ങൾ, അതിന് മറുപടി എന്താണ് പറയാനുള്ളത്? അല്ല, സ്വാഭാവികമായും ഈ നമ്മുടെ നഗരത്തിന് കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിപരമായി ആര്യ രാജേന്ദ്രന് കിട്ടിയിട്ടുള്ള നേട്ടമല്ല എന്നുള്ളത് ആദ്യം ഇവരൊക്കെ മനസ്സിലാക്കണം. ഇത് നമ്മുടെ നഗരത്തിനൊരു നേട്ടമുണ്ട്. ഞാൻ നേരത്തെ ഈ AI ചിത്രത്തിനെ പറ്റി പറഞ്ഞല്ലോ. ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു നഗരത്തിലെ ഒരു മോശമാണ് ഈ നഗരം എന്ന് കാണിക്കാൻ ഒരു AI ചിത്രത്തിന്റെ സഹായത്തോടു കൂടിയാണ്, അതായത് യാഥാർത്ഥ്യം അതല്ല, എന്നാൽ AI ചിത്രത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ എല്ലാം കുഴപ്പമാണ് എന്ന് ഇങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മളിതിൽ കാണേണ്ട ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ ഇത് പ്രചരിപ്പിച്ച് ഈ നഗരം ആകെ മോശമാണ് എന്നൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നത് വഴി ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു നഗരം മെച്ചപ്പെട്ടതാണ് എന്നറിയുമ്പോൾ നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ വരുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട്, ഈ നാട്ടിലേക്ക് പുതിയ ആളുകൾ വരാൻ വേണ്ടി. ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമായി തന്നെ നമ്മുടെ നാട് കേരളം മാറുന്നതിന് ഒരു പ്രാധാന്യം എന്തുകൊണ്ടാണ്, ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്തുകൊണ്ടാണ്? നമ്മുടെ നാട് മനോഹരമായതുകൊണ്ടാണ്, നമ്മുടെ നാട്ടിൽ ഇത്ര കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് പലയിടത്തു നിന്നും ആളുകൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇവിടേക്ക് ആളുകൾ വരുന്നതും ഇവിടെ ജോലി ചെയ്യാനും ഇവിടെ പഠിക്കാനും ഇവിടെ ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ചിന്തയിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. ഈ നമ്മുടെ നാട് മോശമാണ് എന്ന് ചിത്രീകരിക്കുന്നത് വഴി ഇവരുടെ രാഷ്ട്രീയ ലാഭം നടക്കുന്നു എന്നതിനപ്പുറം നമ്മുടെ നാട് മോശമാണെന്ന് ചിത്രീകരിക്കുന്നത് വഴി ഇവിടുത്തെ ജനങ്ങളെ അത് നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായി മാറുകയാണ്. അപ്പോൾ അത് ഞങ്ങളോടുള്ള രാഷ്ട്രീയപരമായ വൈരാഗ്യം കൊണ്ട് അല്ലെങ്കിൽ വിദ്വേഷം കൊണ്ടാണ് ഇത് പ്രചരിപ്പിക്കുന്നത് എങ്കിൽ പോലും ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അത് തട്ടിത്തെറിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് കൂടിയാണ് ഇതിനെല്ലാം ഞങ്ങൾ വിലയിരുത്തുന്നത്.
അതിലിപ്പോൾ UN അവാർഡ് കിട്ടുന്നത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ വെറുതെ പോയി അപ്ലൈ ചെയ്താൽ കിട്ടുന്നതല്ല. വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഉദ്യോഗസ്ഥരെ അയച്ചുകൊണ്ട് ഇവിടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ പറയുകയും ഇന്റർവ്യൂ പോലെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇത്തരം അവാർഡുകൾ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കിട്ടുന്നത്. ഒരു പുരസ്കാരം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായി ആ പുരസ്കാരം കിട്ടിയത് UN മാത്രമല്ല, അതിനുശേഷം വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് കൂടിയാണ് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം. ഒരു പുരസ്കാരം കിട്ടിക്കഴിഞ്ഞാൽ ഇനി അത് വാങ്ങാൻ പോകണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത് ഘടകത്തിലാണോ പ്രവർത്തിക്കുന്നത് ആ ഘടകം ഉൾപ്പെടെയുള്ള ആളുകളുടെ അനുമതി വേണം. അപ്പോൾ അത് ഒരുപക്ഷെ അറിയായിരിക്കും, അത് ചർച്ച ചെയ്യുന്നവർക്ക് അറിയില്ലെങ്കിലും സാധാരണ നമ്മൾ വിദേശത്തൊക്കെ പോയി ഏത് അവാർഡ് സ്വീകരിക്കണമെങ്കിൽ തന്നെ വിദേശത്ത് പോകണമെന്ന് പോലും നിർബന്ധമില്ല. ഒരു പാർട്ടി പ്രവർത്തകയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരസ്കാരം സ്വീകരിക്കണമെങ്കിൽ നേരിട്ട് പോയി സ്വീകരിക്കണമെങ്കിൽ പാർട്ടിയുടെ അനുവാദം വേണം ഒന്ന്. ഇനി പാർട്ടി മാത്രമല്ല, ഒരു ഒഫീഷ്യൽ കപ്പാസിറ്റി ബെയർ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ സർക്കാരിന്റെ പെർമിഷൻ വളരെ പ്രാധാന്യമാണ്. എവിടെ പോകണമെങ്കിലും ഏത് അവാർഡ് സ്വീകരിക്കണമെങ്കിലും സർക്കാരിന്റെ അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രമേ ആ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം നഗരത്തിന് വേണ്ടി, നഗരസഭയ്ക്ക് വേണ്ടി കിട്ടുന്ന ഒരു അവാർഡാണ്. അത് വാങ്ങാൻ പോകുന്നത് നഗരത്തിന്റെ മേയറാണ്. അപ്പോൾ ആ കപ്പാസിറ്റി വെച്ച് സർക്കാരിന്റെ പെർമിഷൻ, അത് ഏത് സർക്കാരാണെങ്കിലും, ഏത് സർക്കാരാണോ കേരളം ഭരിക്കുന്ന ആ സർക്കാരിന്റെ പെർമിഷൻ ഉണ്ടെങ്കിലേ പോകാൻ പറ്റൂ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ മനസ്സിലാക്കാനുള്ളത്, പുരസ്കാരം കിട്ടുന്നത് വെറുതെ വഴിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കിട്ടുന്നതല്ല. ഒന്ന്, കാരണം നമ്മളോടൊപ്പം പുരസ്കാരം കിട്ടിയ UN തന്നെ പുരസ്കാരം കിട്ടിയ മറ്റ് നഗരങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും അതൊക്കെ നല്ലതാന്ന് പറയും. ഒന്ന് ദോഹയാണ്, ഖത്തറിലെ ദോഹയ്ക്കാണ് നമ്മളോടൊപ്പം മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി പുരസ്കാരം കിട്ടിയത്. മറ്റൊന്ന് ഓസ്ട്രേലിയയിലെ മെൽബേൺ ആണ്. അപ്പൊ ഇതൊക്കെ നല്ല നഗരങ്ങളാണ്. പക്ഷെ തിരുവനന്തപുരം മാത്രം കുഴപ്പമാണ്. ഇങ്ങനെ ചിത്രീകരിക്കുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകൾ നമുക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയുടെയും സർക്കാരിന്റെയും അനുവാദം, രണ്ട് തരത്തിലാണല്ലോ ചർച്ച, അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറഞ്ഞത്. പാർട്ടിയുടെയും സർക്കാരിന്റെയും അനുവാദം വാങ്ങാതെ ഒരു അവാർഡ് വാങ്ങാനും എവിടെയും പോയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. ഈ പുരസ്കാരങ്ങളൊക്കെ വാങ്ങാനും അതുപോലെ തന്നെ നിരവധി ഇടങ്ങൾ സന്ദർശിക്കാനും ഒക്കെ ഈ കാലഘട്ടത്തിൽ സാധിച്ചു. നിരവധി വ്യക്തികളെ പരിചയപ്പെടാൻ, അവരുമായി ആശയങ്ങൾ പങ്കുവെക്കാനൊക്കെ കഴിഞ്ഞു. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ള അനുഭവങ്ങൾ എങ്ങനെയാണ്? യാത്ര വളരെ ഒരുപാട് യാത്രകൾ കുറവാണ്. കൂടുതലും നഗരത്തിൽ തന്നെയാണ് എൻ്റെ യാത്ര എന്ന് പറയുന്നത്. ഈ ഈജിപ്തിൽ ഈ നമ്മുടെ UN അവാർഡ് വാങ്ങാൻ പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള വിഷയങ്ങളിൽ എങ്ങനെയാണ് പുതിയ തലമുറ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്, ആ വിഷയങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് എന്നുള്ള വലിയ ചർച്ച നടക്കുന്ന വേദിയിലാണ് ഇങ്ങനെയുള്ള അവാർഡുകൾ തിരുവനന്തപുരം നഗരത്തിന് നമ്മൾ ചെയ്തിട്ടുള്ള ഗ്രീൻ ഇനിഷ്യേറ്റീവ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള നിലയിൽ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പുരസ്കാരം കിട്ടുന്നത്. ഞാൻ മേയറായി ചുമതല ഏൽക്കുന്ന സമയത്ത് നമ്മൾ ലക്ഷ്യം വെച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ സാധാരണ എല്ലാവരും ചോദിക്കും സാധാരണ വികസനത്തിനപ്പുറം യൂത്ത് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ എത്രത്തോളം ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കാരണം വെച്ചാൽ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമല്ലോ, കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ച് എന്താണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമായി തോന്നില്ല. ഭാവിയിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം എന്താണ് എന്ന് തിരിച്ചറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഈ ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ ഇത്തരം ചെയ്തിട്ടുള്ള സുസ്ഥിര വികസനം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആർക്കും മനസ്സിലാവില്ല. ഇപ്പൊ നമ്മൾ അതിനെ കൺസേൺ ചെയ്യുന്നവർ, അതായത് ഭാവിയിൽ ഒരു തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകാൻ പോവുകയാണ് എന്ന് ദീർഘവീക്ഷണത്തോടു കൂടി മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ എത്രത്തോളം വലിയ പ്രവർത്തനമാണ് തിരുവനന്തപുരം നഗരത്തിൽ നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പം ഞാൻ ഈ പദ്ധതികളെല്ലാം ചെയ്ത് നമ്മളിവിടെ കുറേ ഇപ്പോൾ KSRTCക്ക് 115 ബസ് വാങ്ങി, ഈ ബസ്സുകൾ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി നൽകിയ വിഷയം നമുക്കൊരു ഉദാഹരണമായി എടുക്കാം. ഇപ്പോൾ 115 ബസ്സുകൾ ഡീസലിലാണ് ഓടുന്നതെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന ഡീസൽ ഇതിങ്ങനെ ബേൺ ചെയ്യുമ്പോൾ, ഡീസൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് ഓടുമ്പോൾ ഉണ്ടാകുന്ന വായു മലിനീകരണം നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്രയും വലിയ വായു മലിനീകരണമാവും. അപ്പോൾ ഘട്ടം ഘട്ടമായി നമ്മുടെ പൊതുജന ഗതാഗത രംഗത്ത് പോലും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ പോലും നമ്മൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നഗരത്തിലെ എല്ലാ കെട്ടിടങ്ങളിലും സോളാർ പാനലുകൾ, ഇപ്പോൾ സർക്കാർ കെട്ടിടങ്ങളിലെല്ലാം സോളാർ സ്ഥാപിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു. അതായത് കാർബൺ എമിഷന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ മലിനീകരണം ആയിരുന്നാലും ഇലക്ട്രിസിറ്റിയുടെ ഭാഗമായി പോലും എമിഷൻ ഉണ്ടാകുകയാണ്, കാർബൺ എമിഷൻ. നമ്മൾ എന്തിനേറെ പറയുന്നു, ഒരു കെട്ടിടം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അതിൽ നിന്ന് കാർബൺ എമിഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല.
അപ്പൊ ഇങ്ങനെയൊക്കെ പഠനം നടത്തി എന്തൊക്കെ ബദൽ മാർഗങ്ങളാണ് കാർബൺ എമിഷൻ, കാർബൺ എന്ന് പറയുന്ന കാർബണിനെ മാത്രം നമ്മൾ കാണണ്ട, ഗ്രീൻ ഹൗസ് ഗ്യാസസിലെ ഹരിതഗൃഹ വാതകങ്ങളിലെ മറ്റു വാതകങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അതിൽ കാർബൺ ഒരു ബേസിക് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അപ്പൊ കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ സീറോ കാർബൺ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തിന് ചിന്തിക്കാൻ വേണ്ടി കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ പ്രായം കുറഞ്ഞ ആളുകളൊക്കെ ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ കുറച്ചുകൂടി നമുക്ക് ചിന്തിക്കാനുള്ള, നമ്മൾ പഠിക്കുന്നൊക്കെ കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായതുകൊണ്ട് അതൊരു മാതൃകാ പദ്ധതിയായി ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. BJP വാർഡ് കൗൺസിലറായ തിരുമല അനിലിന്റെ മരണമാണ്. ആ ഘട്ടത്തിൽ ആര്യ പ്രതികരിച്ചത് അല്ലെങ്കിൽ പിന്നീട് വന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതൊക്കെ ഒരുപാട് ചർച്ചയായി. ഇപ്പോഴും BJP നേതൃത്വം ആ വ്യക്തിയുടെ മരണത്തെയോ ആ സംഭവത്തെയോ അംഗീകരിക്കാനോ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനോ തയ്യാറാകാത്ത സ്ഥിതിയുണ്ട്. അത് ചർച്ചയാകുമ്പോൾ അതിലെന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ആ മരണം വലിയ ദുഃഖകരമായ ഒരു സംഭവമാണല്ലോ. നമ്മളിപ്പോൾ രാഷ്ട്രീയപരമായി എത്ര വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാലും ഒരു സഹപ്രവർത്തകനായിരുന്ന ആൾ, അല്ലെങ്കിൽ ഇപ്പോൾ ആര് തന്നെ ആകട്ടെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പായിട്ടൊക്കെ നിന്ന ഒരാൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നെ അതിശയിപ്പിച്ചത് ആ മരണത്തിന് ശേഷം, സാധാരണ നമ്മൾ ഒരു മരണമൊക്കെ ഉണ്ടായാൽ നമ്മൾ പാലിക്കുന്ന ചില ഒരു മര്യാദകളുണ്ട് പൊതുവേ. അപ്പം ഞാൻ അങ്ങനെ ഒരു മര്യാദ പാലിച്ച ആളെന്നാണ് ഞാൻ തന്നെ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ പിന്നീടുണ്ടായ ഒരു ചർച്ചയിൽ ഇതിനെപ്പറ്റി പറയേണ്ടി വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഒരിക്കലും ആ കുടുംബത്തെ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബമായി അതിൻ്റെ ബാക്കിയായി നിൽക്കുന്ന കുടുംബത്തിനെ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് വിഷമിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്, അപ്പോഴും കണ്ടിരുന്നത് അത് തന്നെയാണ്. കാരണം ചിലപ്പോൾ നമ്മൾ പറയുന്ന രാഷ്ട്രീയ ലാഭത്തിനൊക്കെ വേണ്ടി നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു മാനസികമായ നമ്മളോട് പറഞ്ഞില്ലെങ്കിലും അവർക്ക് അങ്ങനെ പോലും ഒരു മാനസിക പ്രയാസം ഉണ്ടാകരുത് എന്നാണ് ഞാൻ കണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ മരണം സംഭവിച്ച് എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, ഈ മരണം സംഭവിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ക്രിമേഷൻ കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ CPM ആണ് അതിൻ്റെ ഇതിന് മരിക്കാനുള്ള കാരണം എന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ യാഥാർത്ഥ്യമൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉള്ളിൽ യാഥാർത്ഥ്യം നിൽക്കുമ്പോഴും അതിൽ ആ ഘട്ടത്തിൽ പ്രതികരിക്കാത്ത, ആ രീതിയിൽ അവർ പറയുന്ന പോലെ പ്രതികരിക്കാത്തതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഒരു സഹപ്രവർത്തകൻ്റെ മരണത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച അവർക്കിങ്ങനെ കാണാൻ, ഒരു പൊളിറ്റിക്കൽ ഒരു കാര്യമായിട്ട് കാണാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഇതിനകത്തൊരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് തോന്നുന്നൊരു കാര്യമാണ്, ഈ അനിച്ചേട്ടനെ പോലെ രാഷ്ട്രീയപരമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു BJP പ്രവർത്തകനെ CPM അങ്ങനെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഒരു പേടിക്കുന്ന ഒരാളാണോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇനിയിപ്പോൾ അവർ പറയുന്നതെല്ലാം നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നു എന്ന് തന്നെ കരുതാം. അങ്ങനെ പേടിക്കുന്ന ഒരാളായിരുന്നോ അനിൽകുമാർ എന്ന് പറയുന്ന തിരുമലയുടെ കൗൺസിലർ? അദ്ദേഹം ഞങ്ങൾക്കെതിരെല്ലാം ശക്തമായി രാഷ്ട്രീയം പറഞ്ഞൊരു വ്യക്തിയാണ്. ഈ രാഷ്ട്രീയത്തിനപ്പുറം മാനുഷികമായ മൂല്യങ്ങൾ ഞങ്ങൾ കാണുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഒന്നും വരരുത് എന്ന് ആഗ്രഹിച്ച് പല ഘട്ടങ്ങളില്ലേ. ഞാൻ ഈ റൂമിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം മരിച്ച് ഈ അനുശോചന കൗൺസിൽ നടക്കുമ്പോൾ എനിക്ക് ആ കൗൺസിലിൽ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ നോട്ടം ഫുൾ അദ്ദേഹം ഇരിക്കുന്ന സീറ്റിലാണ്. കാരണം നമ്മളതിനെ വളരെ ഒരു ഇമോഷണലി ആണ് അതിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തെ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കാണുന്നതും ഒക്കെ നമ്മളൊരു വളരെ നമ്മുടെ ഒരു മാനസികമായി തന്നെ നമ്മൾ തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. പക്ഷേ BJP സ്വീകരിച്ച നിലപാടെന്താ? ഇവിടെ പറഞ്ഞതുപോലെ അതിനുശേഷം പോലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കിയില്ല എന്ന് മാത്രമല്ല, ഈ സൊസൈറ്റിയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് വരെ BJPയുടെ നേതൃത്വം പറയുന്ന, അദ്ദേഹം ഭാരവാഹിയായിരുന്ന സൊസൈറ്റിയിൽ ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്ന സാഹചര്യം പോലും BJPയുടെ നേതൃത്വത്തിൽ ഉണ്ടായി എന്നതാണ് പ്രധാനം. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് വരെ, ഈ മരണത്തിന് ഒരാഴ്ച മുൻപ് വരെ ഈ നേതാക്കളോട് ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയാണ്, അദ്ദേഹം വളരെ വീക്കാണ്, അദ്ദേഹത്തിന് മാനസികമായി ഇത് സഹിക്കാൻ കഴിയുന്നില്ല, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം എന്ന് ഈ നേതാക്കളോട് പറയുമ്പോൾ, ഒരു വിവാഹ ചടങ്ങിൽ വെച്ചോ മറ്റോ പറയുമ്പോൾ ഇതെല്ലാം സർവ്വസാധാരണമാണ് എന്നാണ് ഈ നേതാക്കൾ മറുപടി പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞ കാര്യമില്ല, അവരെന്നോട് പറഞ്ഞ കാര്യമാണ്. എന്നോട് മാത്രമല്ല, അവിടെ കൂടിയിരുന്ന എല്ലാവരോടും. ഒരു ഭാര്യ ഭർത്താവിനെ നഷ്ടപ്പെട്ട്, ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട് ഉള്ള ഒരു സ്ത്രീയുടെ കരച്ചിലിൽ വന്ന വാക്കുകളാണ് ഈ വാക്കുകൾ എന്ന് പറയുന്നത്. ആര്യയെ സംബന്ധിച്ച് മറ്റൊരു വിഷയമാണ് ആമീഴഞ്ചാൽ തോടിലെ വൃത്തിയാക്കുന്ന ഇടയിൽ ഉണ്ടായ സംഭവം, മരണം. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിന്നീട് നമ്മൾ കണ്ട കാര്യങ്ങൾ. എനിക്ക് പൊതുവെ ഈ നമ്മൾ മാനുഷികമായി പലരോടും നമ്മൾ അറ്റാച്ച്ഡ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ കാണാത്ത ആളുകളായിരിക്കാം,
എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഫീലിങ്സ് ഉള്ള ആളാണ് ഞാൻ. ചിലപ്പോൾ പുറത്ത് കാണിക്കാം, ചിലപ്പോൾ പുറത്ത് കാണിക്കാതിരിക്കാം. എനിക്ക് നമ്മളിത് പറയുമ്പോൾ തന്നെ ഈ അനിച്ചേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ടൊരു BJPയുടെ പ്രവർത്തകൻ അദ്ദേഹം എനിക്ക് അയച്ച ഒരു മെസ്സേജ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. അതായത് അവിടെ വന്ന് കരഞ്ഞ പലരും, അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് മുന്നിൽ കരഞ്ഞ പലരും തന്നെ ലോൺ എടുത്തിട്ട് അദ്ദേഹത്തെ പറ്റിച്ചവരാണ്. രാഷ്ട്രീയപരമായി ഒരുപാട് എതിർപ്പുണ്ടെങ്കിലും നിങ്ങളുടെ കണ്ണിലെ ആ സങ്കടം ഞങ്ങൾ തിരിച്ചറിയുകയാണ് എന്നാണ് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പം ഞാനെപ്പോഴും അതിനെ ഇപ്പം അനിച്ചേട്ടൻ്റെ കാര്യമായിരുന്നാലും ഒരു പൊളിറ്റിക്കൽ വിഷയം അല്ലെങ്കിൽ പോലും ജോയ് എന്ന് പറയുന്ന ഒരു ശുചീകരണ തൊഴിലാളിയുടെ ആ മരണം ഏതാണ്ട് 3 ദിവസം നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ദിവസം തിരച്ചിൽ ഏതാണ്ട് സമയം പിന്നിടുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് നമുക്ക് ജീവനോടുകൂടിയല്ല അദ്ദേഹത്തെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പോലും ഇത്രയും പേരുടെ ഒരു ശ്രമകരമായ പ്രവർത്തനം, പല ആളുകളുടെയും ശ്രമകരമായ പ്രവർത്തനം, അതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രയാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി ഏതാണ്ട് 3 ദിവസവും ഞാൻ തുടർച്ചയായി അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ പലപ്പോഴും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണേ എന്ന് പോലും മനസ്സിൽ ആഗ്രഹിച്ച ഒരു ഘട്ടമായിരുന്നു അത്. പക്ഷെ അതെല്ലാം നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രയാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതിനെ ഞാൻ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൽ ഇമോഷൻസിനെ പിടിച്ചു വെച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ പ്രതികരിക്കണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മളെപ്പോഴും മനുഷ്യനാക്കുന്നത്. അപ്പോൾ പിന്നീട് ആ ഇമോഷനിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അവരുടെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് ആ വീട് ഇപ്പോൾ കൈമാറി കഴിഞ്ഞു. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ എന്ത് ചെയ്താലും മതിയാവില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ ഒരു വിശ്വാസം തന്നത്, അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നത് ഒക്കെ അദ്ദേഹവും പ്രദേശ മന്ത്രിയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അതിനുശേഷം നടന്നു എന്നുള്ളതും എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു കുടുംബത്തിന്റെ ഭാഗമായി തന്നെ അവരൊക്കെ കാണാൻ കഴിയുന്നു എന്നുള്ളതും ഒക്കെ മറക്കാൻ കഴിയാത്ത അനുഭവം തന്നെയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം, അത് കഴിഞ്ഞ ഒരു മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അങ്ങനെ തിരക്കുകൾ കൂടുകയാണ്. എന്താണ് ഇതിനിടയ്ക്ക് തന്നെ വന്നത്, ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം വിടുന്നു, കോഴിക്കോട്ടേക്ക് പോകുന്നു എന്നൊക്കെ തരത്തിലാണ് വാർത്തകൾ. അതിലെന്താണ് പറയാനുള്ളത്? പോവാണോ കോഴിക്കോട്? അല്ല, അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ സ്വാഭാവികമായും എൻ്റെ പാർട്ട്ണർ, എൻ്റെ ജീവിത പങ്കാളിയുടെ സ്ഥലം അവിടെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നുകൊണ്ട് തന്നെ ഇരിക്കണം, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ രാഷ്ട്രീയ രംഗമൊക്കെ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയിൽ അതുപോലും നമ്മളെ സംബന്ധിച്ച് പാർട്ടിയാണ് തീരുമാനിക്കുക എവിടെ പ്രവർത്തിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. പിന്നെ അങ്ങനെ മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ. അത് ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന ഒരു വാർത്തയാണത് എന്നുള്ളത് ഞാൻ കരുതുന്നില്ല. അത് പെട്ടെന്ന് ഒരു ദിവസം ബ്രേക്ക് ചെയ്തൊരു വാർത്ത, ഒരു തെരഞ്ഞെടുപ്പിന്റെ തന്നെ ചർച്ചയായി അതിനെ കൊണ്ടുവരാൻ മനോരമ പോലെയുള്ള ഒരു മാധ്യമം അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അത് ഞാൻ ആ റിപ്പോർട്ടറെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊരു ഔദ്യോഗിക ചുമതല വഹിക്കുമ്പോൾ നമ്മുടെ ഔദ്യോഗിക കാര്യങ്ങൾ പറയുന്നത് പോലെയല്ല ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സച്ചിനേട്ടനും എൻ്റെ കുഞ്ഞും ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് പരാമർശിക്കപ്പെടുമ്പോൾ എനിക്കപ്പുറം 2 വ്യക്തികൾ കൂടി അതിനകത്ത് വന്നു കഴിഞ്ഞു, പ്രത്യേകിച്ച് കുഞ്ഞു വന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളോട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നിലവിൽ ആലോചിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ ഇന്നത്തെ സിറ്റുവേഷൻ എന്താണ് ഇന്ന് നടക്കേണ്ടത് എന്ന് മാത്രമല്ല നമുക്കിപ്പോൾ ആലോചിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഇലക്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് സത്യത്തിൽ 101 വാർഡിലും പോയി സംസാരിച്ച് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പറയണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ്. പരമാവധി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നടത്തിയ കാര്യങ്ങൾ പറയാൻ നമ്മൾ തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. ഡെപ്യൂട്ടി മേയറും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന് സാധ്യമായ ഇടത്തൊക്കെ അദ്ദേഹം പോകുന്നു, ചെയർമാന്മാർ പോകുന്നു, കൗൺസിലർമാർ പോകുന്നു. ഞാൻ അതിനങ്ങനെയാണ് കാണുന്നത്. ഭാവി കാര്യങ്ങൾ നോക്കി നമുക്കിപ്പോൾ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യുക. കാരണം 21 വയസ്സിൽ ഒരുപക്ഷെ മറ്റാർക്കും കിട്ടാത്ത വലിയൊരു സാധ്യതയാണ് പാർട്ടി എന്നെ സംബന്ധിച്ച് എൻ്റെ മുന്നിൽ തുറന്നു തന്നത്. അപ്പോൾ എന്നും പാർട്ടിയോടും ജനങ്ങളോടും നീതി പുലർത്തുക എന്നുള്ളതാണ്. നാളെ ഏത് ഉത്തരവാദിത്വത്തിൽ വന്നാലും വന്നില്ലെങ്കിലും അപ്പോൾ വരുമെന്ന് പ്രതീക്ഷയൊന്നും ഇങ്ങനെ നമുക്ക് എപ്പോഴും നാളെ എന്തോ ഒരു ഉത്തരവാദിത്വം വരാൻ പോകുന്നു എന്ന് പറഞ്ഞൊന്നും ഇരിക്കാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ കൊച്ചി മേയറിനോടും ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് പ്രധാനമാണ്. എന്നെക്കാൾ വളരെ സീനിയറാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് പ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ ഇല്ലാതായി എന്ന് കരുതിക്കോണം, അങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. തീർച്ചയായും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കുറച്ച് ദിവസം ഒരു വിശ്രമം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും നാൾ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടിയാണ്, അവൾക്കാണെങ്കിൽ ഈ കുറച്ച് നാളായിട്ട് അമ്മയെ ശരിക്കും കയ്യിൽ കിട്ടുന്നില്ല. അതിൻ്റെ ഒരു വിഷമം എന്തായാലും കാണും. അതൊക്കെ തീർത്തുകൊണ്ട് കുറച്ച് ദിവസം കുടുംബത്തിനൊപ്പം തന്നെ ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ MLA ആണെങ്കിലും ഇപ്പോൾ തിരക്കാണ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ തിരക്ക്. അതൊക്കെ എങ്ങനെയാണ് ഇനി? അല്ല, ഈ ഒരു ഉത്തരവാദിത്തം കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ ഉത്തരവാദിത്തം ഉണ്ട്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് തിരുവനന്തപുരത്ത്.
പിന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഞങ്ങൾ പൊതുവെ രണ്ടുപേരും ഇത്തരം ഒഫീഷ്യൽ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കഴിയുന്നത് പോലെ കുടുംബത്തോടൊപ്പം, നമ്മൾ കുടുംബത്തോട് നീതി പുലർത്താതെ ബാക്കി സമൂഹത്തിനോട് നീതി പുലർത്തിയിട്ട് കാര്യമുണ്ട് എന്ന് ഒരിക്കലും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അപ്പൊ പല നേതാക്കളെ പറ്റിയും വ്യക്തിപരമായി അവർ വളരെ മോശമാണ്, സമൂഹത്തിൽ അവർ നല്ലവരാണ് എന്ന് ചമയുന്ന വാർത്തകളാണ് നമ്മൾ 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പൊളിറ്റിക്കൽ വിഷയമായി സ്വാഭാവികമായിട്ടും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇതിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആ അഭിപ്രായത്തോട് പൂർണ്ണമായി എൻ്റെ പാർട്ടി നിലപാട് അതാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഞാൻ കാണുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു സ്റ്റേറ്റ്മെന്റും ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മറുവശത്ത് നിൽക്കുന്ന വിക്ടിം അവരുടെ ഭാഗം അവർ പറഞ്ഞല്ലോ. അപ്പോൾ അവരെ ഒരിക്കലും പ്രയാസപ്പെടുത്തുന്ന ഒരു നിലപാട് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്ന് എനിക്ക് ഉറച്ച ഒരു തീരുമാനം എന്നെ സംബന്ധിച്ചുണ്ട്. അങ്ങനെയല്ല, ഇടതുപക്ഷം അങ്ങനെയല്ല സ്വീകരിക്കുന്നത്, അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ പൊളിറ്റിക്കലി ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനാണ് അത് പറയുന്നതെങ്കിലും അവർക്കൊരു പ്രയാസവും അതിലുണ്ടാകരുത്, അതായത് അവരെ പ്രയാസത്തിൽപ്പെടുത്തുന്ന ഒരു കാര്യവും വരരുത് എന്നുള്ളതാണ്. കാരണം നമ്മൾ അനുഭവിക്കാത്ത എന്തോ ഒരു പ്രശ്നം അവർ അനുഭവിച്ചു അല്ലേ. നമ്മൾ ഇതിൽ ചില സ്ത്രീകൾ തന്നെ അവർക്കെതിരെ പറയുമ്പോഴാണ് എനിക്കതിൽ വളരെ പ്രയാസം തോന്നുന്നത്. 1-2 വീഡിയോസ് ഞാൻ അത് കണ്ടു. അപ്പോൾ നമ്മൾ അനുഭവിക്കാത്ത ഒരു പ്രശ്നം മറ്റൊരു സൈഡിൽ നിൽക്കുന്ന ഒരാൾ, അത് സ്ത്രീയോ പുരുഷനോ ആരോ ആകട്ടെ, അത് അനുഭവിച്ച ഒരാൾ അവരുടെ ഭാഗം പറയുമ്പോൾ അത് പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഇത് പുറത്തു പറയാൻ, പരാതി കൊടുക്കാൻ അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടാകുക എന്നുള്ളതൊരു പ്രധാനമാണ്. ആദ്യം പരാതി കൊടുക്കുന്നതിലൊക്കെ ഉള്ള ചർച്ചകളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു വ്യക്തിപരമായി ഒരു മോശമായി നിൽക്കുന്ന ഒരാൾ ഒരു ജനപ്രതിനിധിയായി നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സ്ത്രീക്ക് ഒരു വിഷയം നേരിട്ടു, അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയോടൊപ്പം നിൽക്കുക എന്നുള്ളതിൽ ഒരു ചിന്തയുടെയും ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ. എല്ലാവിധ ആശംസ. താങ്ക് യു.